എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അദ്വൈക് രവിചന്ദ്രൻ്റെ സംവിധാനത്തിൽ വന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ എ.കെ ഒരു വലിയ ഗ്യാങ്സ്റ്റർ ആയിരിക്കും. തൃഷേനെ കല്യാണം കഴിക്കുന്നു, അവർക്കൊരു കുട്ടി ജനിക്കുന്നു. ആ സമയത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എ.കെ കൊച്ചിനെ കാണാൻ വരുന്നു. ആ സമയത്ത് നമ്മുടെ തൃഷ പറയും, നീ കൊച്ചിനെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, അതായത് നീ നിൻ്റെ ഗ്യാങ്സ്റ്റർ ഇതൊക്കെ വിട്ടിട്ട് നീ പഴയ ഒരാളായി തിരിച്ചു വരണം എന്ന് പറയുന്നു. അങ്ങനെ ആ ഗ്യാങ്സ്റ്റർ പരിപാടിയൊക്കെ വിട്ടിട്ട് ആൾ പോയി ജയിലിൽ സറണ്ടർ ആവുന്നു. സറണ്ടർ ആയതിനു ശേഷം ഏകദേശം 18 വർഷത്തോളം ഇരിക്കുന്നു. അതിനുശേഷം പുറത്തു വരാൻ പോകുന്ന സമയത്ത് അയാളുടെ മകൻ അപ്പോൾ 18 വയസ്സാകാറായിട്ടുണ്ടാവും. അപ്പോൾ അയാളുടെ മകന് ഒരു പ്രശ്നം. ആ പ്രശ്നത്തിൽ നിന്ന് മകനെ രക്ഷിച്ചോ, മകനെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നൊക്കെയുള്ളതാണ് കഥ. ഈ പടം ശരിക്കും ഒരു ആക്ഷൻ കോമഡി മൂവിയാണ്. അതായത് പക്ക തറ അജിത് ഫാൻസിന് വേണ്ടിയുള്ള പടം. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന ഒരു ബേസിക് കഥയാണ്. ഏകദേശം 1 കോടി കഥകൾ ഇതേപോലെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 1 കോടി + 1 അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പടത്തിലൊന്നുമില്ല. പിന്നെ അജിത് ഫാൻസിന് വേണ്ടി എല്ലാം, അതായത് ഒരു 90s കിഡായിരുന്ന ഒരാൾ അജിത് ഫാൻ ആണെങ്കിൽ ഈ പടം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഇഷ്ടപ്പെടും. അതായത് നല്ല എൻ്റർടൈൻമെൻറ്റ്, കോമഡി ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ്. അതായത് വെറും തല മറ്റേ നമ്മൾ കഴിഞ്ഞ ഒരു സിനിമയിൽ കണ്ടായിരുന്നു, അജിത്ത് വന്നിട്ട് എന്താ പറയുക, ഒരു മാസില്ല. പക്ഷേ ഈ പടത്തിൽ അങ്ങനെയല്ല, വെറും ഫാൻസിന് വേണ്ടിയുള്ള മാസ് മാത്രമാണ്. അതായത് ആദ്യം മുതൽ പടം കഴിയുന്നവരെ. അതിലൊരു അജിത്തിൻ്റെ ഇൻട്രോ സീനൊക്കെ ഉണ്ട്. അതായത് എവിടെ ബോഡി മാത്രമേ കാണുന്നുള്ളൂ, തല കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ. പിന്നെ അതേപോലെ അജിത്ത് അഭിനയിച്ച ഓരോ സിനിമകളുടെ പേരുകൾ ഇങ്ങനെ കോർത്ത് ഓരോ സ്ഥലങ്ങളിൽ അത് ജോയിൻ ചെയ്യുന്നു. അതേപോലെ പിന്നെ ഒരു 2-3 റീമിക്സ് പാട്ടുകൾ പടത്തിൻ്റെ ട്രെയിലറിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. മറ്റേ ഒത്തറുവായിതാറെ ഒരു ഒലക്കെട്ടതുണ്ടാറെ ആ പാട്ട് അതൊക്കെ നല്ലവണ്ണം കൊണ്ടുപോയിരിക്കുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. അതായത് ഒരു തറ അജിത് ഫാൻസിന് പറ്റിയ ഒരു മൂവി. അതായത് എന്താ പറയുക, നമ്മുടെ ദീന മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മങ്കാത്ത ബില്ല ഒക്കെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതായത് ലോജിക്ക് ഒട്ടും തീരെ നോക്കാൻ പാടില്ല. വെറും ഒരു സിനിമ എന്ന് വിചാരിച്ച് പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പറയുകയാണെങ്കിൽ അഭിനയിച്ചിരിക്കുന്നവർ എല്ലാവരും, അതായത് ആ ഒരു ഗ്യാങ്സ്റ്ററിന് വേണ്ട രീതിയിൽ അയാളുടെ കൂടെ എങ്ങനെ അഭിനയിക്കണോ അതേപോലെ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും തിയേറ്റർ ഒരു പൂരപ്പറമ്പാക്കി. അതായത് ഫാൻസിൻ്റെ ഡാൻസും, സ്റ്റേജിൽ കയറിയുള്ള ഡാൻസും, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ വലിച്ചെറിയൽ, അതൊരു കോരിത്തരിക്കലായിരുന്നു. അജിത്ത് സിനിമയുടെ അതായത് കുറേ കാലത്തിന് ശേഷം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ കിട്ടിയത് ഇന്ന് ആദ്യമായിട്ടൊരു ഫീലിംഗ് അടിപൊളിയായിരുന്നു. പിന്നെ ആ കമലഹാസൻ്റെ പാട്ടിട്ടുള്ള ഇളമൈ ഇതോ ആ പാട്ടിന് ഇടി വെടിക്കെട്ട് പടം. അതേപോലെ ട്രെയിലറൊക്കെ നമ്മൾ കാണുമ്പം അർജുൻ ദാസ് വന്നിട്ട് അജിത്തിന് വില്ലനോ എന്നുള്ളൊരു രീതിയിൽ കൊണ്ടുപോയി. അത് എന്താ പറയുക, എനിക്ക് ഈ പഴയ രഘുവരനെയാണ് ഈ സമയത്ത് ഓർമ്മ വന്നത്. ആ രഘുവരൻ്റെ ആ സ്ഥാനം ബാലൻസ് ചെയ്യാൻ വേണ്ടി അർജുൻ ദാസിന് കഴിയും എന്നൊരു തോന്നൽ വരെ എനിക്ക് തോന്നി. അതേപോലെ അത്രയും പെർഫെക്റ്റായി ഇടിവെട്ടായി അവൻ്റെ അഭിനയം. അതേപോലെ അവൻ്റെ അത് വേണ്ട, ഞാൻ പറയുന്നില്ല, അതൊരു സസ്പെൻസാണ്. അർജുൻ ദാസിൻ്റെ ക്യാരക്ടർ കാണിക്കുന്നത് ഇടിവെട്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, എന്നാലും തറക്കിട്ടില്ല. സെക്കൻഡ് ഹാഫ് വെറും തല ഏക്കെ എന്നിങ്ങനെ. മൊത്തത്തിൽ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളൊരു തറ അജിത് ഫാനാണെങ്കിൽ ഈ പടം തീർച്ചയായും കാണണം, കണ്ടിരിക്കണം. അപ്പോൾ ശരി, എന്നാൽ ബൈ.